ഹലോ കൂട്ടുകാരെ, രാവിലെ എഴുന്നേറ്റപ്പോൾ കരുതി ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന്. അപ്പം അതിൻ്റെ റെഡിയാകലും കാര്യമൊക്കെയാണ്. അപ്പോൾ പിന്നെ കുളിച്ച് റെഡിയായി പിന്നെ അമ്പലത്തിൽ പോകാനായിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഞാനും കുഞ്ഞാപ്പിയും വിശ്വചേട്ടനും കൂടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ റെഡിയായി കാറിലൊക്കെ കയറുവാണ്. അപ്പം പുള്ളിക്കാരി പിന്നെ അമ്മയുടെ അടുത്ത് ടാറ്റാ ബൈ ഒക്കെ പറയുവാണ്. പുള്ളിക്കാരിക്ക് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇയാൾക്ക്. അങ്ങനെ പിന്നെ വണ്ടിയിലൊക്കെ കയറി ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചു, അയ്യോ ഈ ബുദ്ധൻ അനങ്ങുന്നില്ലെന്നോ. പുള്ളിയുടെ തല ഇങ്ങനെ ചെറിയ രീതിയിൽ അനക്കുമായിരുന്നു വണ്ടി ഓടുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ അത് അനങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടിച്ചു പോയെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നമ്മുടെ അപ്പുറത്തെ ചന്തുവിനെ അപ്പുറത്തെ ചേട്ടനെയും കണ്ടു. അപ്പോൾ അവരെന്നെ കളിയാക്കുവാണ്, യൂട്യൂബർ എന്നൊക്കെ വിളിച്ച് കളിയാക്കുവാണ്. പിന്നെ നമ്മൾ നേരെ പടനിലം എത്തി. ഇതാണ് പടനിലം പരബ്രഹ്മ ക്ഷേത്രം. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അമ്പലമാണിത്, പടനിലം പരബ്രഹ്മ ക്ഷേത്രം. ഇവിടെ ഇനി ഉത്സവവും കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ ഒരു വീഡിയോയിലിടാം. ഇവിടേക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ, ഹായ് അയക്കണേ എല്ലാവരും. പിന്നെ നമ്മൾ നേരെ നമ്മുടെ വെട്ടിക്കോട് അമ്പലം എത്തി. ഇവിടാണ് നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ ആണെങ്കിൽ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടൊരു തിരക്കും കാര്യമൊക്കെ ഉണ്ട്. ഇതാണ് വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രം. ഇവിടെ നമ്മുടെ ഹരിപ്പാട് മണ്ണാർശാല അമ്പലം കൂട്ട് തന്നെയുള്ള അമ്പലം തന്നെയാണിത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നടക്കുവാണ്, അങ്ങോട്ട് നടന്നു പോവാണ്. ഇന്ന് പിന്നെ ഒരു കാര്യമുണ്ട്, ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഇവിടെ വരാമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ ഇഷ്ടം പോണക്ക് കാണാം, ഒരുപാട് കടകൾ കാണാം. അതുകൊണ്ട് കുഞ്ഞാപ്പി വിശ്വചേട്ടൻ്റെ കൈ പിടിച്ചാൽ പോകുന്നത്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ വിശ്വചേട്ടൻ്റെ കൈ പിടിച്ച് പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി വിശ്വചേട്ടനോടെല്ലാം പറയുക, ഇന്നത് മേടിക്കണം എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറയുവാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, നമ്മൾ അമ്പലത്തിൽ കയറുന്നിടം. അപ്പോൾ അവിടെയുണ്ട് കുറേ കടകളൊക്കെ. അത് പെർമനൻ്റ് ആയിട്ടുള്ള കടകളാണ്. മറ്റേതെല്ലാം ഞായറാഴ്ച ദിവസം മാത്രമുള്ള കടകളാണ്. മറ്റേ നമ്മൾ എല്ലാ ദിവസവും ചെല്ലുമ്പം ഈ കടകൾ ഫുള്ള് അവിടെ കാണും. ഇത് പെർമനൻ്റ് ആയിട്ടുള്ള കടകളാണ് ഇത്രയും ഭാഗം കാണുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ കയറി. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് വീഡിയോ എടുത്ത് പിന്നെ ആളൊഴിഞ്ഞ ഭാഗത്ത് നോക്കിയാണ് ബാക്കി വീഡിയോസൊക്കെ എടുത്ത്, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ എല്ലാം തൊഴുതു അമ്പലത്തിൽ. ഇന്ന് പക്ഷേ തിരക്കില്ലാഞ്ഞതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തൊഴാൻ പറ്റി അമ്പലത്തിൽ കയറിയിട്ട്. എന്നാൽ ഞായറാഴ്ച ദിവസമൊക്കെ ഇതിലും വലിയ തിരക്കുകളൊക്കെ അമ്പലത്തിൽ വരേണ്ടതാണ്. പക്ഷെ ഇന്ന് എന്തോ അറിയില്ല, കുറച്ച് തിരക്ക് മാത്രമേ ഉള്ളായിരുന്നു അമ്പലത്തിൽ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ അമ്പലത്തിലെല്ലാം കയറി തൊഴുകയൊക്കെ ചെയ്തു. കുഞ്ഞാപ്പി പിന്നെ അപ്പോഴത്തേന് വിശ്വചേട്ടനെ വിളിക്കുക, ബാ നമുക്ക് പോകാം എന്നൊക്കെ. പുള്ളിക്കാരിയുടെ നിർബന്ധത്തിന് പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങ് പോരേണ്ടിയും വന്നു അമ്പലത്തിൽ നിന്ന്. ഇയാൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കേണ്ട ഒരു ചിന്തയായിപ്പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ മഞ്ഞൾപ്പറ ഇടുന്നതും എല്ലാം കണ്ടു. ഇനി അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, അതെല്ലാവരും കാണണേ. ടാറ്റാ ബൈ ബൈ.